IFFK 30-ൽ പശ്ചിമ ബംഗാൾ സർക്കാരിന് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. അതിന് ഈ പവലിയൻ സന്ദർശിക്കണം. ഇവിടെ ഋത്വിക് ഘട്ടകിൻ്റെ 100 വർഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ചരിത്രമാണ് എഴുതി വച്ചിരിക്കുന്നത്. IFFK ആക്ച്വലി ഞാൻ രജിസ്റ്റർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ ഇന്ന് പൊതുജനങ്ങൾക്ക് കാണാനൊരു അവസരം ഉണ്ടെന്ന് പറഞ്ഞു നിശാഗന്ധിയിൽ. അത് കാണണം എന്നാണ് ആഗ്രഹം. സിനിമകൾ കണ്ടിട്ടില്ല. ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടാണ്. ലാസ്റ്റ് ടൈമിലായിരുന്നു ഞങ്ങൾ വന്നത്. ആള് വയനാട്ടിൽ നിന്നാണ് ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഈവനിങ് ഫിലിം കാണാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്നെ സംബന്ധിച്ച് ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ IFFKക്ക് വരുന്നത് തന്നെ. അപ്പോൾ ആർജയായിട്ട് പഠിക്കുന്നതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ്. പുതിയ ചലച്ചിത്രങ്ങൾ കാണാനുള്ള ഇൻസ്പിറേഷനാണ്. പണ്ടുള്ള ആൾക്കാർ ഇത്രയും അഭിനയിച്ച് ഇത്രയും മനോഹരമാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ വോയിസിലൂടെ എനിക്ക് കേൾക്കാൻ പോവുകയാണെന്നുള്ളതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ആത്മബന്ധമുണ്ടായിരുന്ന ചലച്ചിത്രകാരൻ, ഇന്ത്യൻ തിയേറ്റർ ആർട്ട് IPTA അതിനകത്തും മെമ്പർഷിപ്പുള്ള വലിയ ചലച്ചിത്രകാരൻ, സ്വാതന്ത്ര്യ അനന്തരമുള്ള ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, മാനവികത, ഇതൊക്കെ വെള്ളിത്തിരയിൽ എഴുതി ചേർത്ത ഋത്വിക് ഘട്ടകിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹാളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയുള്ള ഓരോ ചിത്രങ്ങളും 1000 കഥകൾ, 1000 അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ടാകാം. ഈ ചിത്രങ്ങൾ പറയുന്ന കഥയിൽ ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു മാനവികതയുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾ ലോകമെങ്ങും വ്യാപിക്കുന്നതുമാണ്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം BS ജോയ്, വിസ്മയ ന്യൂസ്.